أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖത്തിൽ എന്നോടുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ കൂട്ടുകാരോടൊപ്പം, സഹോദരന്മാരോടൊപ്പം, സഹോദരിമാരോടൊപ്പം പല സ്ഥലങ്ങളിലേക്ക് നാം യാത്ര പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ഓരോ നല്ല അവസരങ്ങളും അവരുമായി പങ്കുവെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നാം അവരോടൊപ്പം യാത്ര പോകാറുണ്ട്. എന്നാൽ ഒരു ദിവസം അവരാരുമില്ലാതെ, ഒരു സന്തോഷവും പറയാനില്ലാതെ ഒരു യാത്ര പോകേണ്ട ആളുകളാണ് ഞാനും നിങ്ങളും. നാം മനസ്സിലാക്കേണ്ടത്, ആ ഒരു യാത്ര പോകുന്നതിന് മുമ്പായിക്കൊണ്ട് നാം ആ യാത്രയ്ക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന് നാം ഓരോരുത്തരും തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ആ ഒരു യാത്രയാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. എന്നാൽ ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ആ ഒരു യാത്രയെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇന്ന് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ ആ മരണത്തിന്റെ സമയം എത്തിക്കഴിയുമ്പോൾ ഞാനും നിങ്ങളും കുറച്ച് സമയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കും. എന്താണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ? പടച്ചവനെ, നീ എനിക്ക് ധാരാളം അവസരങ്ങൾ നൽകി, ധാരാളം സമയങ്ങൾ നൽകി, എന്നിട്ട് പടച്ചവനെ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് നീ നേരിട്ട് തരണമെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ നൽകിയിട്ട് ഇപ്പോഴാണോ മനുഷ്യ നിനക്ക് ഈ ലോകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഓർമ്മ വന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരോടും ചോദിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ആഘോഷങ്ങളും അവരുടെ വിനോദങ്ങളും അവരുടെ സംസാരങ്ങളും കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മരണം അവരെ പിടികൂടുകയില്ല എന്ന തരത്തിലാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പച്ചയായിക്കൊണ്ട് മോശമായ വാക്കുകൾ പറഞ്ഞ് നല്ല സമുദായത്തെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു യുവതലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് മരണത്തെ പറ്റിയുള്ള വാക്കുകൾ പറയുകയാണെങ്കിൽ, പരലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അവർ പറയുന്ന വാക്കുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത വാക്കുകളാണ്. എന്താണ് അവൻ പറയുന്നത്? എന്റെ പ്രായത്തിൽ എന്നോട് മരണത്തെപ്പറ്റി സംസാരിക്കുകയോ, എനിക്ക് പ്രായമായിട്ടില്ലല്ലോ, എന്നോട് മരണത്തെപ്പറ്റി എന്തിനാണ് സംസാരിക്കുന്നത്? പ്രായമായവരല്ലേ മരിക്കുകയുള്ളൂ, ജീവിതമങ്ങ് പരന്നു കിടക്കുകയില്ല എന്ന് പറഞ്ഞ് അവൻ ആ മരണത്തെ നിസ്സാരമായി തള്ളിക്കളയുകയാണ്. എന്നിട്ട് അവൻ കളിയാക്കും. അവൻ പല വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നവനെ കളിയാക്കും.
പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ചോര കുഞ്ഞുങ്ങൾ വരെ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രായമാകേണ്ട കാര്യമില്ല, താടി രോമങ്ങൾ നരക്കേണ്ടതില്ല. ഏത് സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണം, ആ അവധി അവൻ നിശ്ചയിച്ചു കൊടുത്തത്, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ സമയത്ത് പിടികൂടും. അത് പലതരത്തിൽ പിടികൂടും. ഒരുപക്ഷെ നമ്മുടെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയാനകമായി കൊണ്ടായിരിക്കും വിധിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പിടികൂടും. നാം മനസ്സിലാക്കേണ്ടത് എത്ര സമ്പത്തുള്ളവനോ എത്ര വലിയ അധികാരമുള്ളവനോ അധികാരമുണ്ടായി എന്ന് കരുതിക്കൊണ്ട് അഹങ്കരിച്ച് നടന്നവൻ വരെ നാളെ കിടക്കുന്നത് AC റൂമിലല്ല, അവൻ സമ്പാദിച്ചുണ്ടാക്കി അവന്റെ വീടിലല്ല, വെറും 6 അടി മണ്ണിലാണ്. ആ 6 അടി മണ്ണിനുള്ളിൽ കിടക്കുന്ന സമയത്ത് അവന് നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു പോകണമെങ്കിൽ അവൻ ഈ ദുനിയാവിൽ ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്, ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അവൻ ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സമ്പത്തുള്ളവനായാലും എല്ലാ ശരീരവും അത് മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൽ ഇംറാനിൽ പറയുന്നത് എന്താണ് പറഞ്ഞത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നിശ്ചയമായും മരണം എന്ന് പറയുന്നത് എല്ലാ ശരീരവും അത് ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് അവസാനമായി കൊണ്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട വചനമായി കൊണ്ട് പറഞ്ഞത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അല്ലേ? വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? കാരണം ഒരു മനുഷ്യനെ അവനെ നരകത്തിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് ഈ ദുനിയാവിലെ ജീവിതം ധാരാളമായി നമുക്ക് കാണിച്ചു തരും. ഇല്ലേ? ദുനിയാവിലെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത്, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതെല്ലാം ഈ ദുനിയാവിൽ നടക്കുമ്പോൾ ഒരുപക്ഷെ നാം അതിലേക്ക് ചെല്ലും. ഇല്ലേ? നാം നടക്കുന്ന റോഡിലൂടെ ഒരു സ്ത്രീ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. പക്ഷേ ഇന്ന് ഈ ദുനിയാവിലൂടെ നാം നടക്കുമ്പോൾ നാം നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ മാതൃക പിൻപറ്റാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല, ഇല്ല, നാം ചിന്തിക്കാറില്ല. നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളും വിദ്യാലയങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അവർ അവിടെ പഠിക്കുന്നത് എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ? അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അത് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലേ ഉണ്ടാവുക, അതിനെന്താണ് ഇത്ര നിയന്ത്രിക്കാനുള്ളത്? ഞാൻ എന്താ അവളുമായി സംസാരിച്ചാൽ, എനിക്കെന്താ അവളുടെ തോളിൽ കൈയിട്ട് നടന്നാൽ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ മക്കൾ നമ്മുടെ രംഗത്ത് വരും. മക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി ലോകമല്ല, ഈ ദുനിയാവല്ല നമ്മുടെ ജീവിതം. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കണം. എന്ത് പറയാൻ സാധിക്കണം? അല്ലാഹുവേ, നിന്നെയും നിന്റെ റസൂലിനെയും പിൻപറ്റിയവനാണ് പടച്ചവനെ ഞാൻ, എനിക്ക് സ്വർഗത്തിൽ ഒരു അവകാശം തരുമോ പടച്ചവനെ എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കണം. അതിനാണ് ഞാൻ നിങ്ങളും തയ്യാറാകേണ്ടത്. കേവലം ദുനിയാവിൽ എന്തെങ്കിലും അനാചാരങ്ങൾ നടക്കുമ്പോൾ അതിന് പുറകിൽ കൂടി അതിന് പുറകെ രസിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് അതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നാളത്തെ ദിവസം ഒരുപക്ഷെ നമ്മുടെ മരണമാണ് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അന്ന് നാം കരഞ്ഞിട്ട് കാര്യമില്ല, അന്ന് നാം കരഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നാം എത്ര കെഞ്ചി ദുആ ചെയ്താൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നല്ല സമയത്തായിരിക്കണം ഞാൻ നിങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ദുനിയാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കും. ദുനിയാവിന്റെ അവസരങ്ങൾ നൽകണം, എനിക്ക് എത്ര സമ്പത്ത് നൽകണം, വീട് നൽകണം, ഭക്ഷണം നൽകണം എന്നെല്ലാം നാം പ്രാർത്ഥിക്കും. നാം പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. നാം ശരിക്കും ചിന്തിക്കണം. കേവലം നാവുകൊണ്ട് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ആ സമയം ഒന്ന് ഭയമുണ്ടായി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പഴയ ജീവിതത്തിലേക്ക് പോകലല്ല ഒരു മുസ്ലിം.
ഇതിന് പറയുന്ന സമയം എല്ലാവരും നഫ്സി നഫ്സി അവരവരുടെ നഫ്സ് സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഉണ്ടാവും അല്ലേ? ആ സമയം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ചിന്തിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അതാ സ്വന്തം ഉമ്മക്ക് മകനെ വേണ്ടാത്ത ദിവസമാണ്. ആ മകനാണെങ്കിൽ ഉമ്മയെയും വേണ്ടാത്ത ദിവസമാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം തെറ്റിപ്പിരിയുന്ന ദിവസമാണ്. കൂട്ടുകാർക്ക് പോലും വേണ്ടാത്ത ദിവസമാണ്. ആരുമാരെയും തുടയ്ക്കാത്ത ദിവസമാണ്. ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക് ചില ഗ്രന്ഥങ്ങൾ നൽകും. നാം ഈ ദുനിയാവിൽ പ്രവർത്തിച്ച, നാം ഈ ദുനിയാവിൽ ജീവിച്ചപ്പോഴുള്ള നമ്മുടെ ഫുൾ ഹിസ്റ്ററി, ആ ഫുൾ ഹിസ്റ്ററി മുഴുവൻ രേഖപ്പെടുത്തി ആ കിതാബുകൾ ഇതാ നമ്മുടെ കൈകളിലേക്ക് നൽകപ്പെടുന്നതാണ്. കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. ആ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ അവർ മറിച്ചു നോക്കിയിട്ട് ഫയഖൂൽ അവർ പറയുകയാണ്, മാ ലിഹാദൽ കിതാബ്, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണ്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ ഒരു തരത്തിലുമുള്ള കുറ്റങ്ങളും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ. ഈ ദുനിയാവിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുന്ന ദിവസം, ഹാജരാക്കപ്പെടുന്ന ദിവസമാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അക്രമം കാണിക്കുന്നവനല്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അക്രമം പ്രവർത്തിക്കില്ല. നമ്മൾ അല്ലാഹുവിനോട് അക്രമം കാണിക്കാതിരുന്നാൽ മാത്രം മതി. നമ്മൾ അല്ലാഹുവിനോട് അക്രമം കാണിക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാഹു ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം മുഫസ്സിറുകൾ, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പോലുള്ള പ്രശസ്തരായ മുഫസ്സിറുകൾ ധാരാളമായി വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വലിയ ആയത്ത്, പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ആശയം, എപ്പോഴും അവന്റെ ഉള്ളിൽ ഉണ്ടാകണം. ആ ഗ്രന്ഥം നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊരു അത്ഭുതപ്പെടണം അല്ലേ? നാം ചെയ്ത നന്മകൾ കൊണ്ട് അത് നിറഞ്ഞിരിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ നാം നന്മ കൊണ്ട് മുന്നേറണം. തിന്മ കണ്ടു കഴിഞ്ഞാൽ നന്മ കൊണ്ട് അതിനെ എതിർക്കണം അല്ലേ? ധാരാളം അന്ധവിശ്വാസങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം ഇല്ലേ? ഓരോ മജ്‌ലിസുൽ നൂർ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ പല ആളുകളെയും അങ്ങോട്ട് എത്തിക്കാറുണ്ടില്ലേ? പല സിയാറത്ത് ടൂറുകൾ എന്ന് പറഞ്ഞു മക്കബറകളിലേക്കും അങ്ങ് തമിഴ്നാട്ടിലേക്കും രാജസ്ഥാനിലേക്കും എല്ലാം സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ് ധാരാളം ട്രിപ്പുകൾ പോകാറുണ്ട് ഇല്ലേ? ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇതേ ഗ്രന്ഥമായിരിക്കും നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ട. അന്ന് ഇതിനെ ഫുള്ള് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അന്ന് നാം കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമില്ല, അന്ന് നാം അത്ര കരഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ നാം മനസ്സിലാക്കണം, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടും ഞാൻ മനസ്സിലാക്കാത്തത് അത് പടച്ചവന്റെ കുറ്റം, നമ്മുടെ കുറ്റമാണ്, നമ്മുടെ കുറ്റമാണ്. നാം ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നാം മനസ്സിലാക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമി ലോകത്തേക്ക് വന്നത് എവിടെ നിന്നാണോ അവിടേക്ക് തന്നെ നാം ഓരോരുത്തരും എത്തുക തന്നെ ചെയ്യും ഇല്ലേ? നാം അല്ലാഹുവിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ആ അവരിലേക്ക് തന്നെ നാം യാത്രയാകും. അത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, ഇന്നൽ മൗത, നിശ്ചയമായ മരണം എന്ന് പറയുന്നത് അല്ലദീ തഫിറൂന മിൻഹു, ആ മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടി പറയാൻ ശ്രമിക്കുന്നത്, ആ മരണത്തിൽ നിന്നാണ് നിങ്ങൾ അകന്നു മാറാൻ ശ്രമിക്കുന്നത്. ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ എത്ര ഓടി പറഞ്ഞാൽ, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാൽ
നിശ്ചയിച്ച അവധി, അതിൽ നിന്ന് ആരെ എത്ര കെഞ്ചി ദുആ ചെയ്താലും സാധ്യമല്ല, എത്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും സാധ്യമല്ല, എത്ര പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചാലും അതിന് സാധ്യമല്ല. നിങ്ങൾ എവിടെയായിരിക്കട്ടെ, യുദരിക്കുമുൽ മൗത്ത്, ആ മരണം നിന്നിലേക്ക് കടന്നു വരിക ചെയ്യുന്നതാണ്. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നീ വിചാരിക്കുന്നുണ്ടോ ഏറ്റവും കെട്ടുറപ്പുള്ള കെട്ടിടത്തിന്റെ ഉള്ളിലിരുന്ന് ആ കെട്ടിടത്തിന്റെ സുരക്ഷാ വലയങ്ങൾക്ക് മുഴുവൻ എന്റെ മരണത്തെ തടയാൻ സാധിക്കുമെന്ന് നീ വിചാരിച്ചാൽ പോലും ആ മരണം നിന്നിലേക്ക് എത്തുന്നതാണ്, ആ മരണം നിന്റെ റൂഹിലേക്ക് കടന്നു കയറുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ പറ്റി ചോദിക്കുന്നുണ്ട്. കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ വസുറൂരിൻ വമഖാമിൻ കരീം വനിഅമതൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഭാവി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അവന്റെ സമ്പത്ത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ ഇന്നലകളിലേക്കൊന്ന് നോക്കണേ, നിങ്ങൾക്ക് മുമ്പിലേക്കൊന്ന് നോക്കണേ. നിങ്ങളെപ്പോലെ സ്വപ്നം കണ്ടവർ, നിങ്ങളെപ്പോലെ സാമ്രാജ്യപ്പെടുത്തിയർത്തിയവർ, നിങ്ങളെപ്പോലെ സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചവർ, അവരെന്ന് കിടക്കുന്നത് എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര കോടികൾ ചെലവിട്ടുകൊണ്ട് പണിത അവരുടെ കെട്ടിടങ്ങൾ പോലും അവർ വിട്ടേച്ചുകൊണ്ട് അവർ പോയത് അല്ലാഹുവിന്റെ അടുക്കലിലേക്കാണ്. അവർ കിടക്കുന്നത് വെറും 6 അടി മണ്ണിലാണ്. ആ 6 അടി മണ്ണിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും എത്തുന്നത്. ആ 6 അടി മണ്ണിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും യാത്രയാകുന്ന അവസാന സമയം. അവൻ എത്ര സമ്പത്തുണ്ടായിട്ടും, അവന് എത്ര വലിയ ബിൽഡിങ്ങുകൾ പണിതുയർത്തി ഞാൻ വലിയ സമ്പത്തുള്ളവനാണ് എന്ന് അഹങ്കരിച്ചാൽ വരെ അവർ നാളെ കിടക്കുന്നത് അള്ളാഹുവിന്റെ മുന്നിലാണ്, 6 അടി മണ്ണിലാണ്. അല്ലേ, നമ്മൾ പറയാറില്ലേ, ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണ്, എന്നെ കഴിഞ്ഞിട്ടുള്ള ഈ നാട്ടിൽ വേറെ ആളുകൾ, ഞാൻ വലിയ ഫേമസ് ആണില്ലേ. നമ്മൾ ഈ ദുനിയാവിൽ ഫേമസ് ആയിട്ട് കാര്യമില്ല, പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്നാമനാകണം, പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്നാമനാകണം. അതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും മത്സരിക്കേണ്ടത്. ഒരിക്കലും ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ചില ആളുകൾ കാണാൻ സാധിക്കും, അവിടെ ഒന്ന് മെയിനായി കളിക്കാം, ഞാൻ വലിയവനാണെന്ന് അറിയിക്കാം, ഞാൻ ഈ നാട്ടിന്, ഈ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കുറച്ച് ഫേമസ് ആയ ആളാണ്, എന്നെ എല്ലാവരും കാണണം എന്നെല്ലാം അഹങ്കരിച്ച് നടക്കുന്നവരുണ്ട്. ഈ അവസാന സമയമായാൽ ആ അഹങ്കരിച്ചവൻ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? വെറും 6 അടി മണ്ണില, വെറും 6 അടി മണ്ണില. നാം ചവിട്ടി നടക്കുന്ന, തലയിലൂടെ ചവിട്ടി നടക്കുന്ന ആ മണ്ണിനടിയിൽ കിടക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. നാം എന്താ അത് മനസ്സിലാക്കുന്നില്ല? നാം എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? നമുക്ക് സമയമില്ല, അല്ലേ? അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയമില്ല. ദീനിന്റെ സദസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ചെവി ഇങ്ങനെ മൂടി നാം പോകും, അല്ലേ? ദീനിന്റെ സദസ്സ് കേട്ടാൽ അതിന് സമയമില്ല, എനിക്ക് തിരക്കാണ്. നമസ്കാരത്തിന്റെ സമയമായ കഴിഞ്ഞാൽ എനിക്ക് തിരക്കാണ്. ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ എനിക്ക് സമയമില്ല, എനിക്ക് ധാരാളം ബിസിനസ് ഉണ്ട്. കുറച്ച് സമയം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ ബിസിനസ് കിട്ടുന്ന ശമ്പളം കുറച്ചൊക്കെ കുറയും, അല്ലെ? നമ്മളോരോ കാരണങ്ങളാണ്. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നാം എന്ത് കാരണം പറയും പ്രിയപ്പെട്ടവരെ? നാം എന്താ അവരോട് പറയും? നാം റബ്ബിന്റെ മുന്നിൽ എന്ത് വെച്ചു കൊടുക്കും? റബ്ബ് ചോദിക്കും ചോദ്യം. എന്ത് ചോദിക്കുന്നത്? നമ്മ ദുനിയാവിൽ എത്ര ഭക്ഷണം കഴിച്ചു എന്നല്ല, എത്ര സമ്പാദിച്ചു എന്നല്ല, നീ MBBS പഠിച്ചു എന്ന ഭൗതികമായ വിദ്യാഭ്യാസം എത്രത്തോളം നേടി എന്ന് പടച്ച റബ്ബ് ചോദിക്കില്ല. നേരെ ചോദിക്കുന്നത് നീ എനിക്ക് വേണ്ടി എന്ത് നേടി, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമുക്ക് പറയാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ കൃത്യമായി നമസ്കരിച്ചു, നോമ്പെടുത്തു, ഹജ്ജ് നിർവഹിച്ചു എന്നെല്ലാം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണമെങ്കിൽ നാം മനസ്സറിഞ്ഞുകൊണ്ട് ഓരോന്നും പ്രവർത്തിക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ട പള്ളികൾ എത്ര ഉണ്ടാകും? ഉണ്ടെങ്കിൽ തന്നെ എത്ര പള്ളികളിൽ നമുക്ക് കയറി നമസ്കരിക്കാൻ സാധിക്കും? പല പള്ളികളിലും പല ആളുകളുടെയും ഖബറുകൾ പൊക്കി അവർ മരിച്ചുപോയ ആളുകളെ വിളിച്ച് അവർക്ക് ഇന്നത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ? ഇല്ലേ, ഈ അടുത്ത് മരണപ്പെട്ട സമസ്ത അംഗം മുഷാവറായ ഖുറാത്തങ്ങളുടെ ആ ഖബർ കെട്ടിപ്പൊക്കിയ കാര്യം ഞാൻ നിങ്ങൾ കണ്ടതാണ്. 2 ദിവസം മുമ്പ് ഇറങ്ങിയ ഇല്ലേ മടവൂരിനെ കുറിച്ചുള്ള ആ ഒരു ബൈത്ത് പടച്ചവനാണ് എന്ന് ഓർക്കുകയാണ്. പ്രിയം, നാം മനസ്സിലാക്കട്ടെ, അള്ളാഹുവിനെ പോലെ ചെയ്യാൻ ഇന്ന വ്യക്തികൾക്കും സാധിക്കുമെന്ന് പറഞ്ഞ് ബൈത്തുകൾ എഴുതി അത് ചൊല്ലി ഒരു വിഭാഗം ആളുകളെ തെറ്റിക്കുന്നവരെ മനസ്സിലാക്കണം. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ
വലിയ പാപമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര തവണയാണ് നാം പഠിച്ച് മനസ്സിലാക്കിയത്. എന്നിട്ടും അതിനെ ദുർവ്യാഖ്യാനിച്ച് ആയത്തുകളെ മാറ്റി ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം വേറെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പ്രവാചക ചര്യയും എന്തു പറഞ്ഞു അതനുസരിച്ച് പോയാൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഒന്നാമനായി കൊണ്ട് നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിനുവേണ്ടി നാം നിങ്ങൾ പണിയെടുക്കണം. നാം ഒരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് ധാരാളം പണിയുണ്ട്. അതിന്റെ ഇന്റർവ്യൂ പാസ്സാകണം, അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അല്ലാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത് ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ദുനിയാവിൽ നാം വിജയിക്കണം. അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ നാം വിജയിക്കണം. കൃത്യമായി ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് എത്തണം. എത്ര ആളുകൾ എത്താറുണ്ട് നമ്മുടെ പള്ളികളിലേക്ക്? കൃത്യമായി ജമാഅത്തിന് എത്തുന്ന എത്ര ആളുകളുണ്ട്? പല ആളുകളുണ്ട് ആ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളുകൾ. അത് നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്, ഇല്ലേ? പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകും ഒരു മുജാഹിദ് പള്ളിയിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ നോക്കി കണ്ടുപിടി. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ നമസ്കരിക്കുന്നു അല്ല, അവൻ നമസ്കരിക്കാറില്ല. അവൻ കുറ്റം കണ്ടെടുത്ത് ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് പറയും, ഇന്ന വ്യക്തി ആ പള്ളിയിൽ കയറി, നാളെ അങ്ങോട്ട് വിടണ്ട, ഞങ്ങളുടെ പള്ളിയിലേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കേണ്ടത്? ആ വിഭാഗത്തിൽ ഒരു വ്യക്തി പറഞ്ഞു കേട്ടില്ലേ, വേറെ ഏത് മതത്തിലേക്ക് പോയാലും സലഫി ആദർശത്തിലേക്ക് പോകരുത്. എത്ര ഗൗരവമുള്ള വാക്കുകൾ അവർ പറയുന്നു. നാം ആലോചിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വന്ന സ്വഹാബത്ത് പിൻപറ്റിയ ആ മാതൃക അനുസരിച്ച് പോയ അന്ന് പേര് വിളിക്കപ്പെട്ട ആ മൻഹജുസ് സലഫ്, അത് പാലിക്കുന്നവരെ, കുറ്റം പറയുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം. മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വരികയും അവർക്ക് ശേഷം വന്ന ത്വാബിഈകൾ അവരെ പിൻപറ്റി ജീവിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ മൻഹജുസ് സലഫ്. അവരാണ് സലഫി എന്ന് പറയുന്നത്. അവരെ ആർക്കും തള്ളാൻ സാധിക്കുമോ? പ്രവാചകനെ തള്ളാൻ സാധിക്കുമോ? ഇല്ല. ആ പ്രവാചകനെ പിൻപറ്റുന്നവരെയാണ് സലഫി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നാളെ പരലോകത്ത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടണമെങ്കിൽ നമ്മുടെ ജീവിതം, നാം ഒരു പക്ഷേ ഈ സമയം വരെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇനി നാം മനസ്സിലാക്കണം, നാളെ മുതൽ, ഇന്ന് മുതൽ ഞാൻ കൃത്യമായി പള്ളികളിൽ ജമാഅത്തിനെത്തും, കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. എന്റെ ജീവിതത്തിൽ തിരക്കുകൾ ഉണ്ടായാൽ പോലും കുറച്ച് സമയം ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കും എന്നെല്ലാം നാം ഒരു നിയ്യത്ത് ചെയ്യണം. അതല്ല എന്റെ ജീവിതം പോയാൽ മതി, ദുനിയാവിനെ അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ലേ എന്ന് പറയുന്നവരെ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെറുവിരലിൽ ഇങ്ങനെ സമുദ്രത്തിൽ മുക്കി അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് അതിൽ നിന്ന് ഉറ്റി നിൽക്കുന്ന വെള്ളത്തെ നോക്കി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഉറ്റി നിൽക്കുന്ന വെള്ളം, ഈ വിരലിൽ നൂറുന്ന വെള്ളം, ഇതാണ് ദുനിയാവിലെ ജീവിതം. അത്രയുള്ള ദുനിയാവിലെ ജീവിതം. നമുക്കോ അല്ലെ ദുനിയാവിലെ ജീവിതം വിശാലമായി കിടക്കുകയാണ്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എന്താ? ആ ചെറിയൊരു നാര്, ആ ചെറിയൊരു തുള്ളി, അതാണ് ദുനിയാവിലെ ജീവിതം. അത്രയുള്ളൂ. ഏത് സമയവും നമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. എന്നെയും നിങ്ങളെയും എവിടെയോ ആ മരണം നമ്മെ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം ഞാൻ നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ജീവിക്കേണ്ടത്. അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ധാരാളം സമുദായത്തെ നശിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇല്ലേ, ഈ നമ്മുടെ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് ആദ്യം തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ്, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ ആളുകൾ പോലുള്ള ഓരോ ആളുകൾ, ആ വ്യക്തികൾ നല്ല വ്യക്തികളായിരുന്നു. പക്ഷേ ആ വ്യക്തികൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കുകയാണ്. അവരാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ നൂഹ് നബിക്ക് ശേഷം വന്ന സമുദായം അവർ അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നൂഹ് നബിയുടെ ജനത ശിക്ഷിക്കപ്പെട്ടത് ആ പ്രളയമാണ്. അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു ശിക്ഷയാണ്. ആ നൂഹ് നബിയുടെ മകൻ, സ്വന്തം ഭാര്യയും, ആലോചിച്ച് നോക്കണം, ആ കുടുംബം, സ്വന്തം മകൻ വരെ എതിർത്ത് നിൽക്കുമ്പോൾ ആ നൂഹ് നബിക്കുണ്ടായ ആ പ്രയാസം പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പക്ഷെ അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ആ പ്രവാചകൻ അന്ന് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്താണ് പറഞ്ഞത്? മൂസാ നബിയെ പുറകിലൂടെ ഫിറഔൻ പിടിക്കാൻ പോയി.
വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായിരിക്കുന്നു. മൂസയും ഹാറൂനും വിശ്വസിച്ച ദൈവം ഏതാണോ അതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി എന്താ? അല്ലാഹുവിന്റെ മറുപടി എന്താ? സമയം തീർന്നുപോയി, നിന്റെ അവസരം നഷ്ടപ്പെട്ടു, നിന്റെ അവസരം നഷ്ടപ്പെട്ടു. ഇനി നിനക്കൊരു അവസരമില്ല, ഇനി നിനക്കൊരു ചാൻസ് ഇല്ല. നിന്റെ ശരീരം, നിന്നിൽ വിശ്വസിച്ച, നിന്റെ പുറമെ നടന്ന നിന്റെ അനുയായികളുണ്ടല്ലോ, അവരുടെ മുന്നിലേക്ക് നാം എത്തിക്കും. എന്തിനു വേണ്ടിയാ അവർ വിശ്വസിച്ചതെന്താ? അവർ വിശ്വസിക്കാൻ ഒരിക്കലും നശിക്കുകയില്ല. അവന്റെ സമ്പത്ത് വെച്ചുകൊണ്ട്, അവന്റെ അധികാരം വെച്ചുകൊണ്ട് അവൻ ഒരിക്കലും നശിക്കുകയില്ല എന്ന് വിശ്വസിച്ച നിന്റെ ജനതയുടെ മുന്നിലേക്ക് നാം എത്തിക്കുക തന്നെ ചെയ്യും. എന്താ ഖുർആൻ പറഞ്ഞത്? സിംഹാസനത്തിന്റെ മുകളിൽ ഇരുന്ന് അന റബ്ബുക്കുമുൽ അഅല, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ്, എനിക്കാണെല്ലാം കഴിയുന്നത് എന്ന് വീമ്പ് പറഞ്ഞ ആ ഫിർഔനിന്റെ ശരീരം അവരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരുപക്ഷെ നാം ഈ ഭൂമിലോകത്ത്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, നാം ഒരുപക്ഷെ ദീന പറയുമ്പോൾ, അല്ലാഹുവിന്റെ വചനങ്ങൾ പറയുമ്പോൾ നമ്മെ കളിയാക്കും, നമ്മെ എതിർത്ത് പറയും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്ന ശബ്ദം, ഞാൻ പറയുന്ന തൗഹീദ് അത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനം പറയുന്ന സദസ്സ്, ദീനം പറയുന്ന സമയത്ത് നാം ഒരിക്കലും മാറി നിൽക്കരുത്. അതിൽ നാം മുന്നിട്ടിറങ്ങണം. ധാരാളം കളിയാക്കലുകളോ മർദ്ദനങ്ങളോ ഉണ്ടെങ്കിൽ അല്ലാഹുവിന് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ അത് കുറവാണ്, നമുക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ ഇനി എന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ കാണപ്പെടുമോ എന്ന്. കണ്ടോട്ടെ, നമ്മളെ കണ്ടോട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ സമൂഹത്തിൽ വരെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, ധാരാളം നേരിട്ടിട്ടുണ്ട്. അവരും ധാരാളം കളിയാക്കലുകളും ധാരാളം മർദ്ദനങ്ങളും അവർ ഏറ്റിട്ടുണ്ട്. പക്ഷേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ, ആ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ, അത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. നമ്മിലേക്ക് അതുപോലുള്ള ശിക്ഷകൾ വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? നാം എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ദുനിയാവിൽ ചില ആളുകൾ പറയുന്നില്ലേ, ലോകം നിയന്ത്രിക്കുന്ന ചില ആളുകളാണ്. അവരെ വിളിച്ചാൽ അവർ വിളി കേൾക്കുമോ പ്രിയപ്പെട്ടവരെ? മരിച്ചു കഴിഞ്ഞാൽ അവർ വിളി കേൾക്കുമോ? ഇല്ല, വിളി കേൾക്കില്ല. ധാരാളം തവസ്സുൽ ബൈത്തുകളും ചൊല്ലി, ഓരോ മജ്ലിസും നൂറും ചൊല്ലി, അത്തരത്തിലുള്ള ഓരോ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ബിദ്അത്തുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ബിദ്അഈ ഗ്രൂപ്പുകൾ ഇല്ലേ? ആ വിഭാഗം തന്നെ പലതായി കൊണ്ട് മാറി. നാം ഇവിടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചര്യ, അഹ്ലുസുന്ന വൽ ജമാഅത്ത് പിൻപറ്റുന്ന രീതി, അതിനെ എതിർക്കാൻ ഇനി ഇവിടെ ആരില്ല. അഹ്ലുസുന്ന വിഭാഗം സ്വഹാബത്തിന്റെ ചരിത്രം, പ്രവാചകന്മാരുടെ ചരിത്രം കൃത്യമായി കൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യമായി കൊണ്ട് ദീനിന്റെ സദസ്സുകൾ വെച്ചുകൊണ്ട്, ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട്, ധാരാളം സംരക്ഷണങ്ങൾ ചെയ്തുകൊണ്ട് ദീനിന്റെ സദസ്സ് എത്തിച്ചു കൊടുക്കാറാണ്. പക്ഷേ അതിനടിയിൽ വന്നുകൊണ്ട് വഹാബിസം എന്ന് പറഞ്ഞുകൊണ്ട് വഹാബികൾ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ തീവ്രവാദികളാണ് വഹാബികൾ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് വഹാബി എന്ന് പറയുന്നത്? ആരാണ് വഹാബ്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ആരായിരുന്നു? ഇല്ലേ? ഇവരെ പോലുള്ള അന്ന് മദീനത്ത് ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന ആ മദീനത്ത് താമസിച്ചിരുന്ന അവിശ്വാസികൾ, അമുസ്ലിമീങ്ങൾ, അവർ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ആ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത സമയത്ത് ആ അന്ന് ചെറിയ പ്രായമാണ്, വലിയ പ്രായമില്ല. ആ കുട്ടിയോട് പറയും, മോനെ, എടാ നീ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. നീ ഉണ്ടായത്, നിന്റെ ഉമ്മ വ്യഭിചരിച്ചിട്ടാണ് നീ ഉണ്ടായത് എന്ന് വരെ പറഞ്ഞ് ആ കുട്ടിയോട് പറയുകയാണ്. അവിടെ തളർന്നില്ല, അവിടെ വീടില്ല, അവിടെ നിന്ന് എഴുതി. നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബാണ് ആദ്യം എഴുതിയത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് അശ്ശിർകു ഫീ ഇബാദത്തില്ലാ ഖാല തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കിനെതിരെയാണ് എഴുതിയത്. ഖവായിദുൽ അർബഅ എഴുതി, ഉസൂൽ സലാസ എഴുതി. ഇന്ന് ഞാനും നിങ്ങളും വിശ്വാസികൾ പിൻപറ്റുന്ന കിതാബ് തൗഹീദ് എഴുതി. ആ കിതാബ് തൗഹീദിൽ ഈ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ
അല്ലേ? പകുതി എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് പല ആളുകളും വന്നിട്ടുണ്ടാക്കിയതാണ്. പ്രവാചകന് ശേഷമോ ത്വാബികൾക്കോ ത്വാബികൾക്കോ ശേഷം അത്തരത്തിലുള്ള ബൈത്തുകൾ ഇന്ന് വരെ ഈ തൂവത്ത് വന്നിട്ടില്ല. എന്നാൽ ഈ മൗലിദിന്റെ കിതാബുകളോ അതിന്റെ ഗ്രന്ഥങ്ങളോ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആരെഴുതിയെന്നില്ല, ആരും റിപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടല്ലോ ഹദീസുകളിൽ വന്നതാണ്. സനദുണ്ട്. എവിടെ സനദ്? സനദില്ല. സനദില്ലാതിൽ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഈ കിതാബുകളൊന്നല്ല. നാളെ പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് ഒരു കിതാബ് തരും, നമ്മുടെ മുന്നിലേക്ക് ഒരു ഗ്രന്ഥം നീട്ടിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലവരായിക്കൊണ്ട്, വിശ്വാസിയായിക്കൊണ്ട്, നല്ല മുത്തഖീകളായിക്കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവൻ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണമെങ്കിൽ അവൻ ഈ ദുനിയാവിൽ ആദ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് അഖീദ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോഴും പ്രവാചക ചര്യകൾ നമുക്ക് മനസ്സിലാക്കി തരുമ്പോഴും അതൊന്നും എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്ന സുന്നത്ത് ജമാഅത്തുകളുടെ വക്താക്കൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ഖുർആനിനെയും ഹദീസിനെയും പച്ചയായി കൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ പറയുന്നത് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണെന്നും അതുകൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പല വ്യക്തികളുടെയും തങ്ങന്മാരുടെയും ഔലിയാക്കന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പള്ളികളുടെ വരാന്തകളിലും പള്ളിയുടെ കോമ്പൗണ്ടുകളിലും നിർമ്മിച്ചുണ്ടാക്കിയ ജാറങ്ങളും നമ്മുടെ മനസ്സിൽ ആ പള്ളികളിൽ അടക്കം എഴുതിയ ഒരു വചനമാണ് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ആയത്തിന്റെ അർത്ഥം അവിടെയുള്ള വ്യക്തികൾക്ക് അറിയില്ല. അറിയുമെങ്കിൽ അവർ ആ ജാറം അവിടെ നിർമ്മിക്കുകയില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരികയും മുഫസ്സിറുകൾ അതിനെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തപ്പോൾ അതിനെ അനുസരിക്കാതെ, അത് മനസ്സിലാക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇറാനിലുള്ള ഷിയായി വിഭാഗം ആളുകളിൽ നിന്ന് ഉത്ഭവിച്ചൊരു ചെറിയൊരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ള ചെറിയൊരു വിഭാഗം. അതിന്ന് ധാരാളമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മജ്‌ലിസുൻ നൂർ എന്ന് പറയാൻ ആദ്യത്തെ തുകയിൽ സൂചിപ്പിച്ചു. എന്തിനാണ് ഈ മജ്‌ലിസുൻ നൂർ സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ഓരോ മൗലിദ് സദസ്സുകളും റാത്തീബ് സദസ്സുകളും സംഘടിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എന്താണ് അവർ അവിടെ ചൊല്ലുന്നത്? എന്തെല്ലാം വിദഗ്ധകളായ വാക്കുകളാണ് നാവിൽ നിന്ന് അവർ പുറത്ത് പിടിക്കുന്നത് ഇല്ലേ? ഓരോ ബൈത്ത് അത് ചൊല്ലുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആവേശമാണ് അല്ലെ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ DJ ലൈറ്റുകൾ വെച്ച് തുള്ളിക്കളിക്കുന്ന ധാരാളം കോപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ന് അല്ലാഹുവിന്റെ പള്ളികളിൽ നടക്കുന്നുണ്ട്, ചില പള്ളികളിൽ നടക്കുന്നുണ്ട്, കാണാൻ സാധിക്കും നമുക്ക്. ഓരോ കിതാബുകളിൽ നിന്ന് കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വാക്കുദ്ദേശിച്ച് പ്രവാചകനോട് സഹായം ചോദിക്കുന്ന തരത്തിൽ പള്ളികളിൽ നിന്ന് കളിക്കുന്ന, പള്ളികളിൽ നിന്ന് രസിക്കുന്ന ഓരോ റാത്തീബുകളും മൗലിദുകളും ഇന്ന്
നമ്മുടെ നാട്ടിൽ സജീവമാണ്. അതിനുവേണ്ടി പ്രത്യേക സദസ്സുകളൊക്കെ ഉണ്ട്, ഭക്ഷണങ്ങൾ ഒരുക്കി. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അയച്ചിരിക്കുന്നത് കേവലം കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ്. അത് അല്ലാഹു പരീക്ഷിക്കും. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, വളരെ പ്രയാസപ്പെട്ട ഒരു പ്രവാചകൻ അയ്യൂബ് നബി. ആ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅയ്യൂബ ഇന്നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുറു വഅൻത അർഹമർ റഹീമീൻ. കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഭൂമി ലോകത്തുള്ള നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന പല ആളുകളും അതാ പല ആളുകൾക്കും കൈകൊണ്ടെന്ന് പറഞ്ഞ് അവർ ചൊല്ലുന്ന ബൈത്തുകളുടെ അബ്ദുൽ മിസ്കീൻ വയർജു ഫളകൽ തമൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലിന്നി യാ ബശീറു യാ നദീറു. ബശീറും നദീറുമായ എല്ലാ ഉടയവരെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ സയ്യിദി എന്ന് പ്രാർത്ഥിക്കുന്നവർ നാളെ മനസ്സിലാക്കേണ്ടത്, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് തല താഴ്ത്തി നിൽക്കുമ്പോൾ നാം ചോദിക്കും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സറനാ, ഞങ്ങളെ ഒന്ന് നോക്കണേ, വസമിഅനാ, ഞങ്ങളെ ഒന്ന് കേൾക്കണേ, ഫർജിഅനാ, ഞങ്ങളെ ഒന്ന് മടക്കണേ നാഥാ, ജീവിതത്തിലേക്ക് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തരണേ നാഥാ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു പറയുകയാണ്, അതാ തിളച്ചു മറിയുന്ന ആ കത്തിയാടുന്ന നരകമുണ്ടല്ലോ, അതാണ് ഇനി മുതൽ നിന്റെ പാർപ്പിടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നാണം കെട്ടു നിൽക്കേണ്ട അവസ്ഥ പ്രിയപ്പെട്ട നമുക്ക് വരരുത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീൽ എന്ന് അറിയപ്പെട്ട ആ പ്രവാചകൻ വരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, നാളെ നിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാഹ്, എന്നെ നീ നിന്നനാക്കല്ലേ പഠിച്ചവനെ എന്ന് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതൊരു ബാധകമാണ്. പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സലഫ്, അവരാണ് മൻഹജ് സലഫ് എന്നറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും മനസ്സിലാക്കുക, ഓരോ മൗലിദ് കിതാബുകളെ രേഖപ്പെടുത്തിയതുപോലെ CM മണവൂർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ്, പടച്ചവനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരോട് പറയാനുള്ളത് വേറൊന്നുമല്ല, ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം, മരണാസന്നനായി കിടക്കുന്ന ആ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശം സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ബുനയ്യ, പൊന്നുമോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തിനു വേണ്ടി? അഫലാ തദക്കറൂൻ അഫലാ തഅഖിലൂൻ, ചിന്തിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശിർക്കിനും ബിദ്അത്തിനും എതിരെ നിൽക്കാനാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു